തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുമോ. പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുമോ. പരമേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ. പരമേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യവും സെഖരിയ പ്രവചനം 12-ാം അധ്യായം 10-ാം വാക്യവും നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. സെഖരിയ പ്രവചന പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നതുപോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. ദൈവത്തിന് സ്തോത്രം. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. തങ്ങൾ കുത്തിയിട്ടുള്ളവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക്, ആ മുഖത്തേറ്റ അടിപ്പാടുകളിലേക്ക്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടതയുടെയും യാതനയുടെയും പീഡകളുടെയും സമയത്തേക്ക്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ സമയത്തേക്ക് അവർ തിരിഞ്ഞു നോക്കും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കുമ്പോൾ അപ്പോഴാണ് മനസ്സിലായത്, സാക്ഷാൽ രക്ഷകനെയാണല്ലോ കുത്തി തുളച്ചത് എന്ന്. അപ്പോഴാണ് മനസ്സിലാകുന്നത്, അറിവില്ലായ്മയിലോ കാര്യം ഗ്രഹിക്കാത്തത് കൊണ്ടോ ഞങ്ങൾ കർത്താവായി യേശു ക്രിസ്തുവിനെ സാക്ഷാൽ മിശിഹായെയാണ് ഞങ്ങൾ കുത്തിയിട്ടുള്ളത് എന്ന് അവർ മനസ്സിലാക്കും. അപ്പോൾ വിലാപം തുടങ്ങും.
ഏകജാതിനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യാതിനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. അതാണ് സഖറിയാവ് പറയുന്നത്, അന്നാളിൽ ഞാൻ യെരൂശലേമിൻ്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിക്കാൻ നോക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതിനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യാതിനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. തങ്ങളുടെ ജീവിതത്തിൽ നിന്നുപോയി മഹാപാതകത്തെക്കുറിച്ച് അവരെ ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്യും. കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ആ തിരുമുറിവുകളിലേക്ക് നോക്കുമ്പോൾ അവർക്ക് അസഹ്യമായ വേദനയുണ്ടാകും. കർത്താവായ യേശുവിൻ്റെ ആ തിരുമുറിവുകളിലേക്ക് നോക്കുമ്പോൾ, രക്തം ഒഴുകി വരുന്നതായി തിരുമുറിവുകളിലേക്ക് നോക്കുമ്പോൾ, അയ്യോ ഞാനവനെ കുത്തി തുളച്ചു പോയല്ലോ, ഞാനാണല്ലോ അവനെ കുത്തിയത് എന്നുള്ള ഒരു ബോധം ദൈവജനത്തിനുണ്ടാകും. അത് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാസ്ലീഹ മുൻകൂട്ടി കാണുന്നു. യോഹന്നാസ്ലീഹ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിലും അതുതന്നെ. ഒന്നാമത്തെ വരവിൽ കർത്താവിനെ കൊത്തി തുളച്ചു, എന്നാൽ രണ്ടാമത്തെ വരവിൽ ഏത് കണ്ണും അവനെ കാണും. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു മധ്യാകാശം വരെ വരുമ്പോൾ വിശുദ്ധന്മാർ അവനെ കാണും. എന്നാലോ പാപികൾ തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും, തങ്ങൾ കുത്തി തുളച്ചവനിലേക്ക് നോക്കും. വേദപുസ്തകം പറയുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, മേഘത്തിന്മേൽ വരുന്നു, മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. നമ്മുടെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ കുത്തി തുളച്ചു എന്നുള്ള ഒരു ബോധം നമുക്ക് വരുന്നുണ്ടോ? എങ്കിൽ നാം ഭാഗ്യശാലികളാണ്. വേദപുസ്തകം പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം പറയുന്നു, അവൻ നമുക്ക് വേണ്ടി കുത്തി തുളയ്ക്കപ്പെട്ടുവെന്ന്, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റിരിക്കുന്നുവെന്ന്. നമുക്ക് വായിക്കാം യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായം 4-ാം വാക്യം മുതൽ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. ദൈവം അവനെ അടിച്ചും ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചിരിക്കുകയാണ് എന്ന് നാം വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നിരിക്കുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, നമുക്ക് സമാധാനം കിട്ടുവാനുള്ളതായ ശിക്ഷ അവൻ്റെ മേലായി. അവൻ ഏറ്റ ശിക്ഷ കൊണ്ട്, അവൻ്റെ മേൽ ആ ശിക്ഷ വന്നതുകൊണ്ട് നമുക്ക് സമാധാനം കിട്ടിയിരിക്കുന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സഹോദരീ സഹോദരങ്ങളെ, ഈ ഒരു വലിയൊരാശയം നമ്മുടെ ഹൃദയത്തിൽ അനുഭവമായി തീരുമ്പോഴാണ് നാം വീണ്ടും ജന്മം അനുഭവിക്കുന്നത്. അപ്പോഴാണ് നാം മാനസാന്തരത്തിലേക്ക് മാറുന്നത്. അപ്പോഴാണ് നമ്മുടെ ജീവിതമാകെ രൂപാന്തരപ്പെടുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണം എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ ഏറ്റെടുക്കുമ്പോൾ, എൻ്റെ കർത്താവെ, എൻ്റെ പാപം കൊണ്ടാണ് യേശു ക്രൂശിക്കപ്പെടുന്നത് എന്ന് ഞാൻ അറിയുമ്പോൾ, കർത്താവെ, സാത്താൻ്റെ ബന്ധനത്തിൽപ്പെട്ടിരുന്ന പിശാചിൻ്റെ അടിമയായിരുന്ന എന്നെ വിടുവിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു സ്വന്തം രക്തം യേശുക്രിസ്തു അർപ്പിച്ച് എനിക്ക് വേണ്ടി കർത്താവ് തൻ്റെ തിരുമുറികളിൽ കൂടി രക്തം ഒലിച്ച് എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്ന് നാം വിശ്വസിക്കുമ്പോൾ, അപ്പോഴാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. സാക്ഷാൽ രക്ഷ. നാം കഷ്ടാനുഭവാഴ്ചകൾ ആചരിക്കുന്നുണ്ട്, മാത്രമല്ല നാം വിവിധ പെരുന്നാളുകൾ ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം ആകത്തുക എന്താണ്? നമ്മുടെ പ്രാർത്ഥനകളുടെ ആകത്തുക എന്താണ്? നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വാസ്തവത്തിൽ യേശു ക്രിസ്തു എൻ്റെ പാപം വഹിച്ചു എന്നുള്ള വിശ്വാസമാണ്. നാം ആരും നീതിമാന്മാരല്ല, നാം എല്ലാവരും പാപികളാണ്. നന്മ നമ്മിലില്ല, യാതൊരു നന്മയും നമ്മിലില്ല. പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നവരാണ്. ദൈവ തേജസ് ഉള്ളവരായിരുന്നു, പക്ഷേ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു ക്രിസ്തു അടിയേറ്റു. എന്തിന്? സാത്താൻ ഇഷ്ടം പോലെ അവനെ ചെയ്യുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനെ കൈവിട്ടു. പിശാചിന് ഇഷ്ടം പോലെ ചെയ്യുവാൻ. കാരണം പിശാചിൻ്റെ കയ്യിലായിപ്പോയി മനുഷ്യജാതി, സാത്താൻ്റെ കയ്യിലായിപ്പോയ മനുഷ്യജാതി
പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യജാതി സാത്താൻ്റെ അടിമത്തത്തിലായിപ്പോയി, സാത്താൻ്റെ അടിമകളായിപ്പോയി. സാത്താൻ്റെ അടിമത്തത്തിലായിപ്പോയ ഈ മനുഷ്യനെ വീണ്ടെടുക്കണം, ഈ മനുഷ്യനെ രക്ഷിക്കണം. അതാണ് ദൈവസ്നേഹം. ദൈവം നോക്കി വേറൊരു പോംവഴി കാണുന്നില്ല. വേറെ ഒന്നുകൊണ്ടും പിശാചിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല. പിശാചിന് തൻ്റെ ഏകജാതിനെ വിട്ടുകൊടുത്തു. പിശാചിന് തൻ്റെ ഏകജാതിൻ്റെ രക്തം വിട്ടുകൊടുത്തു. നോക്കൂ, കൊല്ലുവാൻ വിട്ടുകൊടുത്തു, മുറിവേൽക്കാൻ വിട്ടുകൊടുത്തു, അടിയേൽക്കാൻ വിട്ടുകൊടുത്തു, അതിക്രമങ്ങളുടെ ഫലമായുള്ള ശിക്ഷ ഏൽക്കാൻ വിട്ടുകൊടുത്തു. യേശുവോ അതിക്രമമുള്ളവനാണോ? പാവമുള്ളവനാണോ? യേശു ക്രിസ്തുവിന് പാവമില്ല. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ആരെന്നെ പാവത്തെക്കുറിച്ച് ബോധം വരുത്തും? യൂദാ ഇസ്കറിയോത്ത പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന്. ഘാതകൻ പറയുന്നതാണ്. കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാ പറയുന്നു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന്. യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച പീലാത്തോസ് 3 പ്രാവശ്യം വിധി എഴുതി, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ. ഒരു കുറ്റവും കാണുന്നില്ല. യേശുവിനെ ക്രൂശിച്ച പടയാളികളിൽ ആ ശതാധിപൻ അവൻ പറയുകയാണ്, സാക്ഷാൽ ഇവൻ മിശിഹായായിരുന്നു സത്യം, ഇവൻ നീതിമാനായിരുന്നു സത്യം, ഇവൻ നീതിമാനായിരുന്നു സത്യം. യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ ഉണ്ടായ അനുഭവത്തിൽ നിന്ന് ആ പടയാളികളുടെ തലവനായ 100 പടയാളികളുടെ തലവനായ ശതാധിപന് തോന്നി, സാക്ഷാൽ രക്ഷകൻ തന്നെയാണ് ഇപ്പോൾ ക്രൂശിക്കപ്പെട്ടത് എന്ന്. ദൈവത്തിന് സ്തോത്രം. 2 കൊള്ളക്കാരുടെ മധ്യത്തിൽ, 2 കൊലപാതകികളുടെ മധ്യത്തിൽ അവരിൽ ഒരുവനെ പോലെ കർത്താവ് ക്രൂശിന്മേൽ കിടന്ന് പിടഞ്ഞു. ദൈവത്തിൻ്റെ വലിയ നാം മഹത്വപ്പെടട്ടെ. ഇതെല്ലാം നാം അനുസ്മരിക്കുന്നു, നാം ഓർക്കുന്നു, നാം പ്രാർത്ഥിക്കുന്നു. പക്ഷേ നമ്മുടെ ഹൃദയത്തോട് ഇഴുകി ചേരുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുന്നത് നല്ലതാണ്. എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? ഒരു പാപവും ചെയ്യാത്തതിനായി യേശുവിൻ്റെ മേൽ എൻ്റെ പാപങ്ങളെല്ലാം പിതാവായ ദൈവം ചുമത്തി. പിതാവായ ദൈവം എൻ്റെ പാപങ്ങളെല്ലാം യേശുവിൻ്റെ മേൽ ചുമത്തി. അതെല്ലാം ഏറ്റെടുക്കാൻ കർത്താവ് സ്വയം സമ്മതിച്ചു കൊടുത്തു. അതാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ സമ്മതിച്ചു കൊടുത്തു പറയുന്നത്. പിതാവിൻ്റെ ഇഷ്ടം, പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കണമേ എന്ന് ഏൽപ്പിച്ചു കൊടുത്തതാണ്. കർത്താവിന് വേണമെങ്കിൽ നിരസിക്കാമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു തൻ്റെ ഹിതം മുഴുവൻ പിതാവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. തൻ്റെ ശരീരം പിതാവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. തൻ്റെ രക്തം പിതാവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. എന്തിന്? പിതാവിൻ്റെ ആ സ്നേഹം മനുഷ്യജാതി വീണ്ടെടുക്കാൻ തത്രപ്പെടുന്നത് കൊണ്ട് മനുഷ്യനെ വീണ്ടെടുക്കുവാനായി കർത്താവ് തൻ്റെ ജീവൻ ത്യജിക്കാൻ തയ്യാറായി. സാത്താൻ യേശുവിനെ ഹനിച്ചല്ലോ, കൊന്നുകളഞ്ഞല്ലോ എന്ന് അവൻ സന്തോഷിച്ചു. യെരൂശലേമിലുണ്ടായിരുന്ന പരീശന്മാരും സദൂക്യരും അവിടെ ഉണ്ടായിരുന്ന സഭയുടെ മേലാളന്മാരായ ആളുകളും സന്തോഷിച്ചു. യഹൂദ സഭയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന മഹാപുരോഹിതന്മാരും മറ്റും സന്തോഷിച്ചു. ഇവൻ്റെ കഥ തീർന്നല്ലോ എന്നോർത്തു. പക്ഷേ ദൈവത്തിന് സ്തോത്രം, സഹോദരങ്ങളെ, അവൻ്റെ കഥ തീരുകയല്ല ചെയ്തത്, അവൻ്റെ കഥ തുടങ്ങുകയാണ് ചെയ്തത്. വലിയ കഥ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിനെ ക്രൂശിച്ചപ്പോൾ കയ്യാഫ് സന്തോഷിച്ചു, ഹന്നാവ് സന്തോഷിച്ചു, അന്ന് പീലാത്തോസ് സന്തോഷിച്ചു, അന്നത്തെ യഹൂദമത മേധാവികൾ സന്തോഷിച്ചു. പക്ഷേ യേശു അതെല്ലാം സ്വയം ഏറ്റെടുത്തു, മരണം ഏറ്റെടുത്തു. പ്രിയപ്പെട്ടവരെ, രക്തം ചിന്തി, കുറ്റമില്ലാത്ത രക്തം ചിന്തി. ഈ കുറ്റമില്ലാത്ത രക്തം ചിന്തി യേശു നമ്മെ വീണ്ടെടുത്തു. ദൈവത്തിന് സ്തോത്രം. മറക്കരുത്, പിശാചിന് ഇഷ്ടം പോലെ ചെയ്യുവാൻ, എന്തും ചെയ്യുവാൻ വിട്ടുകൊടുത്തു. പിതാവേ, നിനക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രങ്ങളിൽ നിന്ന് മാറ്റണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചു നോക്കി. അത്രമാത്രം ഗൗരവമേറിയ കാര്യം ഈ യാതന ഏൽക്കുക. കാരണം ആ പീഡയല്ല, ശരീരത്തിലേറ്റ പീഡയല്ല, അതിനേക്കാൾ വലിയ യാതനയാണ് പാവമില്ലാത്ത യേശു പാവം വഹിച്ചത്. പാവം തൊട്ടിട്ടില്ലാത്ത യേശു പാവം വഹിക്കേണ്ടി വന്നു. അതാണ് ഈ യാതന. അശുദ്ധി തൊടാത്തനായ ക്രിസ്തു അശുദ്ധി ഏറ്റെടുത്തു. ഏതെല്ലാം അശുദ്ധികൾ? കൊലപാതകത്തിൻ്റെ അശുദ്ധികൾ, മദ്യപാനത്തിൻ്റെ അശുദ്ധികൾ, വ്യഭിചാരത്തിൻ്റെ അശുദ്ധികൾ, കഞ്ചാവിൻ്റെ അശുദ്ധികൾ, മയക്കുമരുന്നിൻ്റെ അശുദ്ധികൾ, വഴക്കിൻ്റെയും പിണക്കത്തിൻ്റെ അശുദ്ധികൾ, വൈരാഗ്യത്തിൻ്റെ അശുദ്ധികൾ, അഹങ്കാരത്തിൻ്റെ അശുദ്ധികൾ, സ്വാർത്ഥതയുടെ അശുദ്ധികൾ, ദ്രവ്യാഗ്രഹത്തിൻ്റെ അശുദ്ധികൾ, ഇങ്ങനെ സകല അശുദ്ധിയും കർത്താവ് വഹിച്ചു. അതാണ് വഹിക്കാൻ വയ്യാത്ത കാര്യം. പിതാവേ, നിനക്ക് കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങളിൽ നിന്ന് മാറ്റണമേ. ചോദിക്കുകയാണ്, നിനക്ക് ഹിതമാണെങ്കിൽ ഈ പാനപാത്രങ്ങളിൽ നിന്ന് മാറ്റണമേ. എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ കർത്താവായ യേശു തന്നെ ക്രൂശിന്മേൽ അർപ്പണം ചെയ്തു. പിതാവിന് ഹിതമായി തൻ്റെ പുത്രനെ കുരിശിന്മേൽ അൽപ്പിച്ച് പിശാചിന് ഇഷ്ടം പോലെ ചെയ്യാൻ വിട്ടുകൊടുക്കാൻ പിതാവിന് ഹിതമായി. തൻ്റെ പുത്രൻ്റെ തിരുരക്തം അങ്ങനെ കുരിശിന്മേൽ ചൊരിയുവാൻ പിതാവിന് ഹിതമായി. ദൈവത്തിന് സ്തോത്രം. തൻ്റെ പുത്രൻ്റെ തിരുരക്തം കുരിശിൽ അർപ്പണം ചെയ്ത് അങ്ങനെ പിശാചിന് ഇഷ്ടം പോലെ ചെയ്യുന്നതിന് യേശുവിനെ വിട്ടുകൊടുക്കുവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവൻ്റെ മേൽ മനുഷ്യജാതിയുടെ പാവം മുഴുവൻ ചുമത്തി. മനുഷ്യജാതിയുടെ പാവം മുഴുവൻ യേശുവിൻ്റെ മേൽ ചുമത്തി. അതുകൊണ്ടാണ് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ,
നാഥൻ മൃതരിടയിൽ ഉറപ്പിച്ചാദത്തെ ഖേദിക്കേണ്ട നിൻ പാപത്തെ ഓർത്തിനിയും നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ ഏതെങ്കൽ നീ തിന്നതിനാൽ കൈപ്പും കുടിച്ചേ ഞാൻ നഗ്നതയാൽ നീലകൾ ചാത്തി നഗ്നതയോടെന്നെ അവ തൂക്കി ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതന്റെ. പാപിയോടുള്ള കോപം പിതാവിൻ്റെ കോപം പോയി. പാവി പാപം ചെയ്തു, അവനോട് പിതാവിൻ്റെ കോപമുണ്ട്. എന്നാൽ ആ ശിക്ഷ മുഴുവൻ പുത്രൻ വഹിച്ചു. ശിക്ഷ മുഴുവൻ പുത്രൻ വഹിക്കാൻ പിതാവ് പുത്രനെ വിട്ടുകൊടുത്തു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യൂ. എൻ്റെ കർത്താവേ, എനിക്കൊന്നും അറിയാം, ഞാനൊരു പാപിയാണെന്നറിയാം. എൻ്റെ കർത്താവേ, നീ കുരിശിൽ മരിച്ചത് എൻ്റെ പാപം വഹിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ തിരുരക്തം ചിന്തിയത് എന്നെ കഴുകാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപത്തിന് ശിക്ഷ നീ ഏറ്റതുകൊണ്ട് നാഥ, ഞാൻ നരകത്തിലേക്ക് പോകാതെ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള വഴി നീ ഒരുക്കി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, നിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയതായ രക്തത്താലും നിൻ്റെ വീണ്ടെടുപ്പിൻ്റെ അത്ഭുത സ്നേഹത്താലും കർത്താവെ, നരകവിധി എനിക്ക് ഒഴിവാക്കി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, എനിക്ക് മറ്റൊന്നും അറിഞ്ഞുകൂടാ. ഇതൊന്നും എൻ്റെ ബുദ്ധിയിൽ പ്രവേശിക്കുന്നതല്ല, എൻ്റെ ഈ ചെറിയ ബുദ്ധിയിൽ ഇതൊന്നും ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് കർത്താവേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ പാപിയാണെന്നുള്ള സത്യം സമ്മതിച്ചുകൊണ്ട് ഞാൻ തിരുമുമ്പാകെ വരുന്നു. കർത്താവേ, എനിക്ക് രക്ഷപ്പെടണം. ഈ പാപത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. പാപത്തിൻ്റെ ഭീകരമായ ആ അടിമത്തത്തിൽ നിന്ന് എനിക്ക് മോചനം പ്രാപിക്കണം. അതിന് നാഥ, നീ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണം. നിൻ്റെ തിരുരക്തം ഇപ്പോൾ എൻ്റെ മേൽ മുദ്രയായി അണിയിക്കണം. നിൻ്റെ തിരുവിലാവിൽ നിന്നൊഴിയ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ നെറ്റിയിൽ പതിയണം. യേശുവേ, എനിക്ക് മറ്റൊന്നും പറയാൻ അറിഞ്ഞുകൂടാ, എനിക്കിതിൻ്റെ ഒന്നും വ്യാപ്തി അറിഞ്ഞുകൂടാ. ഇതിൻ്റെ എല്ലാം ആന്തരികമായ ആശയത്തിൻ്റെ സമൃദ്ധി എനിക്ക് മനസ്സിലാകുകയില്ല. കർത്താവേ, ഞാൻ നിസ്സാര മനുഷ്യനാണ്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യണം. ഞാനൊരു കാര്യം വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, ഒരു നിത്യതയുണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മരണശേഷമുള്ള ആ നിത്യത ഒന്നുകിൽ സ്വർഗ്ഗമാണ് അല്ലെങ്കിൽ നരകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവേ, അത് പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, തിരുവചനം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ഇപ്പോൾ ഞാൻ തിരുമുൻപാകെ വന്ന് നിൻ്റെ കൃപയോട് യാചിക്കുകയാണ്, നിൻ്റെ കരുണയോട് യാചിക്കുകയാണ്. ആ നിത്യ നരകത്തിലേക്ക് ഞാൻ പോകാതിരിക്കാൻ നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ തൃപ്പാദത്തിൽ വീഴുകയാണ്. ആ തൃപ്പാദം ചുംബിക്കുകയാണ്. ആ പാദപീഠത്തിൽ ചുംബിച്ചുകൊണ്ട് തൃപ്പാദം മൊത്തിക്കൊണ്ട് ഞാനോട് പറയുന്നു, കർത്താവേ, ഞാനിതാ എന്നെ അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഞാനിതാ എന്നെ അടിയറ വയ്ക്കുന്നു. എൻ്റെ ഭാവി നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. എൻ്റെ കർത്താവേ, എനിക്കൊന്നും അറിഞ്ഞുകൂടല്ലോ. എൻ്റെ ഭാവി അത് ഇനി എൻ്റെ അല്ല, നിൻ്റേതാണ്. കാരണം നീ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. എൻ്റെ കർത്താവേ, പിശാചിൻ്റെ കയ്യിൽ നിന്ന് നീ എന്നെ വിലയ്ക്ക് വാങ്ങാൻ നീ കൊടുത്ത വില നിൻ്റെ ജീവരക്തം തന്നെയാണ്. കർത്താവേ, അതുകൊണ്ട് നീ എന്നെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ അല്ല, നിൻ്റേതാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ നിൻ്റെ വകയായി ഞാൻ ജീവിക്കും. ഞാൻ നിൻ്റെ സ്വഭാവം പ്രാപിച്ച് ഞാൻ ജീവിക്കും. നിൻ്റെ മനോഭാവം പ്രാപിച്ച് ഞാൻ ജീവിക്കും. ഞാൻ വിശുദ്ധനായി ജീവിക്കും. മനസ്സറിഞ്ഞൊരു പാവം ചെയ്ത് ഇനി ഞാൻ നിന്നെ കുത്തി മുറിവേൽപ്പിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇതാണ് ക്രിസ്തീയ ജീവിതം. വലിയ കഷ്ടപ്പാടില്ല, വലിയ ആശയ ഗാംഭീര്യമില്ല, ഒന്നും മനസ്സിലാക്കാൻ പ്രയാസമില്ല, വലിയ വ്യാഖ്യാനം ഒന്നും വേണ്ട. ആകെ ഇത് മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കുക. കർത്താവേ, എൻ്റെ മേൽ നിന്റെ തിരുരക്തം തളിക്കണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മേൽ നിന്റെ തിരുരക്തം തളിക്കണമേ. ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, നിങ്ങൾ എവിടെ ഇരുന്ന് കേൾക്കുന്നുവെങ്കിലും പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ പറയണം, യേശുവേ, നീ എന്നോട് സത്യം അറിയിക്കാനായി നീ ഇന്ന് വന്നിരിക്കുന്നു. നിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ അത്ഭുത സത്യം ഗ്രഹിപ്പിക്കാനായി നീ ഇതാ എൻ്റെ അരികത്തേക്ക് വന്നിരിക്കുന്നു. എൻ്റെ കർത്താവേ, എനിക്ക് മറ്റൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് എന്നോട് പറയുന്നു, എന്നെ നീ ഒന്ന് തൊടണമേ. നീ തൊട്ടാൽ എല്ലാം നേരെയാകും. കർത്താവേ, നിൻ്റെ തൃക്കരം തൊട്ടാൽ എല്ലാം ശരിയാകും. നിൻ്റെ തൃക്കരം തൊട്ടാൽ എൻ്റെ പാവങ്ങൾ കഴുകപ്പെടും. നിൻ്റെ തൃക്കരം തൊട്ടാൽ എൻ്റെ രോഗം മാറും. നിൻ്റെ തൃക്കരം തൊട്ടാൽ പൈശാചിക ബാധകൾ മാറും. നിൻ്റെ തൃക്കരം തൊട്ടാൽ എൻ്റെ മേലുള്ള ശാപങ്ങൾ മാറും. യേശുനാഥ, നിൻ്റെ തൃക്കരം തൊട്ടാൽ എൻ്റെ ജീവിതം ശോഭനമായി തീരും. ഇത്രയും കാലം നിരാശയിൽ ആണ്ടുപോയ ജീവിതം, ഇത്രയും കാലം കരഞ്ഞ് തളർന്ന ജീവിതം, ഇത്രയും കാലം വിഷമിച്ച് വലഞ്ഞുപോയ ജീവിതം, എൻ്റെ കർത്താവേ, ഇത്രയും കാലം പാപത്തിന് അടിമയായി ജീവിച്ച ജീവിതം, ഇത്രയും കാലം പൈശാചികൻ്റെ അടിമപ്പണി ചെയ്തു പോയ ജീവിതം, നാഥ, ഇപ്പോൾ മുതൽ യേശുവിൻ്റെ കയ്യിലാകുന്നു എന്ന് ഞാൻ വിശ്വസിച്ചതിൻ്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ തരികയാണ്. കർത്താവേ, ഇനി എനിക്കില്ല, എൻ്റേതില്ല, ഇനി ഞാനില്ല, യേശു മാത്രം. എനിക്കില്ല, യേശുവിന് മാത്രം. എൻ്റെ ഇല്ല, യേശുവിൻ്റേത് മാത്രം. കർത്താവേ, ഞാനെന്ന് പറയുന്ന ഈഗോ ഞാനിതോടെ ഇതാ ക്രൂശിക്കാൻ വിട്ടു തരുന്നു.
യേശു ക്രിസ്തുവിൻ്റെ ആ തിരുശരീരം ക്രൂശിലർപ്പിച്ചതുപോലെ എൻ്റെ ഈഗോ, എൻ്റെ സെൽഫ്, എൻ്റെ സ്വയം ക്രൂശിക്കാൻ ഞാൻ ഇതാ വിട്ടുതരുന്നു. ഉടയവനെ, നീ എന്നെ ഒന്ന് തൊടണമേ, നിന്റെ തൃക്കരൻ്റെ പേരൊന്ന് വെക്കണമേ. കർത്താവേ, അന്ന് കർത്താവ് പറഞ്ഞു അവർ കുത്തിയിട്ടുള്ളെങ്കിലേക്ക് നോക്കുമെന്ന്. കർത്താവേ, കുത്തിയിട്ടുള്ളെങ്കിലേക്ക് ഞാൻ ഇതാ നോക്കുകയാണ്. ഗോകുൽത്തായിലെ കുരിശിൽ ഞാൻ കുത്തിമുറിവേൽപ്പിച്ച യേശുവെങ്കിലേക്ക് ഞാനിതാ നോക്കുകയാണ്. ഞാൻ അന്ന് പറഞ്ഞു യഹൂദന്മാരെ നിങ്ങൾക്ക് ആ കഷ്ടമെന്ന്. ഞാനെന്ന് പറഞ്ഞു യഹൂദന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നാഥനെക്കുറിച്ച് യഹൂദന്മാർ അവർക്ക് കഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു പോയി. എന്നാൽ കർത്താവേ, കഷ്ടം എനിക്കാണ്, ഞാനാണ് ക്രൂശിച്ചത്. യഹൂദന്മാർ ക്രൂശിച്ചു, അത് അക്ഷരീയമായി സംഭവിച്ചു. പക്ഷേ ഇന്നും ഞാനാണ് ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും മദ്യം വായിൽ ഒഴിക്കുമ്പോൾ നിൻ്റെ വായിലേക്ക് ഞാൻ തുപ്പുകയാണ്. കർത്താവേ, ഇന്നും പുകവലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ മുഖത്തേക്ക് ഞാൻ അടിക്കുകയാണ്. ഇന്നും അശുദ്ധി കണ്ട് രസിക്കുമ്പോൾ, ചീത്ത പടങ്ങൾ കണ്ട് രസിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ ആ തിരുമുഖത്തേക്ക് ഞാൻ തുപ്പുകയും തല്ലുകയുമാണ്. കർത്താവെ, ചീത്ത ചിന്തകൾക്ക് വിധേയനായി അശുദ്ധി ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ശിരസിൽ ഞാൻ മുൾമുടി വയ്ക്കുകയാണ്, ആഞ്ഞടിക്കുകയാണ്. എൻ്റെ കർത്താവെ, അഴുക്കായ ആഗ്രഹങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വരുമ്പോൾ, അശുദ്ധ മോഹങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വരുമ്പോൾ ഞാൻ നിൻ്റെ ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തുകയാണ്. ദ്രവ്യാഗ്രഹത്തിന് അടിമയായി ഞാൻ തീരുമ്പോൾ നിൻ്റെ ചങ്കിലേക്ക് ഞാൻ കുന്തം കൊണ്ട് കുത്തുകയാണ്. എനിക്കിപ്പോൾ ഇത് മനസ്സിലാകുന്നുണ്ട് കർത്താവേ. കർത്താവേ, ഇത്രയും കാലം ഞാൻ പാവം ചെയ്തു പോയല്ലോ. ഇപ്പോൾ ഞാനിതാ കുത്തിയിട്ടുള്ളെങ്കിലേക്ക് നോക്കുന്നു, കുത്തിയിട്ടുള്ളെങ്കിലേക്ക് നോക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ കുത്തിമുറിവ് ഏൽപ്പിച്ച തിരുമുറിവുകളിലേക്ക് ഞാൻ നോക്കുന്നു. അവിടെ നോക്കി ഞാൻ ആശ്വാസം പ്രാപിക്കുന്നു. ഇനി അവിടെ നോക്കി ഞാൻ രോഗസൗഖ്യം പ്രാപിക്കുന്നു. അവിടെ നോക്കി പൈശാചിക ബന്ധനം അഴിയുന്നു. കർത്താവേ, അത് അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. പൈശാചിക ബാധകൾ എല്ലാം മാറിപ്പോകുന്നു. ഭൂതബാധകൾ വിട്ടുപോകുന്നു. കർത്താവേ, ജാതക ദോഷങ്ങൾ എല്ലാം മാറിപ്പോകുന്നു. കരുണയുള്ള കർത്താവേ, ആരെല്ലാം എന്തെല്ലാം ദോഷം എനിക്ക് വേണ്ടി ചെയ്തെങ്കിലും അതൊന്നും എന്നെ തൊടുകയില്ല. എനിക്ക് എതിരായിട്ട് ഒരുപക്ഷെ ആരെങ്കിലും വല്ല മന്ത്രവാദവും ചെയ്താലും, ആരെങ്കിലും ക്ഷുദ്രപ്രയോഗം ചെയ്താലും, എൻ്റെ കർത്താവെ കൈവശം തന്നാലും ഒന്നും എന്നെ തൊടുകയില്ല. കാരണം ഞാൻ യേശുവിൻ്റെ വകയാണ്. ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. യേശു എൻ്റെ സ്വന്തമാണ്. ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. യേശുവിനായി എൻ്റെ ജീവിതം ഞാൻ കൊടുത്തിരിക്കുകയാണ്. യേശുവിന് വേണ്ടി ജീവിതം ഞാൻ അർപ്പണം ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ തിരിച്ചെടുക്കുന്ന പരിപാടി ഇല്ല. കർത്താവെ, ഇത്രയും കാലം ബോധമില്ലാത്തവനെ പോലെ ഞാൻ ജീവിച്ചു പോയല്ലോ. ഇത്രയും കാലം ഒരു വിവരം കെട്ടവനെ പോലെ ഞാൻ ജീവിച്ചു പോയല്ലോ. ഇത്രയും കാലം ബോധമില്ലാത്തവളെ പോലെ ഞാൻ ജീവിച്ചു പോയല്ലോ. നാഥാ, ഇന്ന് സത്യസുബോധം പ്രാപിച്ച് ഞാൻ കുരിശിന് വീട്ടിലേക്ക് വന്ന് എൻ്റെ ജീവിതം ഞാനിത് അർപ്പണം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. പ്രവാചകൻ പറയുകയാണ്, അതിൻ്റെ തൊട്ടടുത്ത് പറയുകയാണ്, കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. അത് കഴിഞ്ഞ് 13-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കുമ്പോൾ പാപപരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കുന്നത് കാണും. കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കുക. തൂക്കപ്പെട്ടു മരത്തിൽ, വിലാവ് തുറന്നു ആ ചവളം, രക്തം വെള്ളം ഒഴുകുന്ന മിശിഹായെ കണ്ട് സഹോദരന്മാർ ഓടി. പേടിച്ചോട്ടമല്ല, യേശുവിന് വേണ്ടി മരിക്കാൻ വേണ്ടി ഓടി. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവൻ വയ്ക്കാൻ വേണ്ടി ഓടി. ആ തിരുവിലാവിലേക്ക് നോക്കുമ്പോൾ പാപം മാറുകയാണ്. ആ തിരക്തം കാണുമ്പോൾ പാപം മാറുകയാണ്. ആ തിരക്തത്തിൽ വിശ്വസിക്കുമ്പോൾ പാപം മാറുകയാണ്. അശുദ്ധി വിട്ടു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലുള്ള ഒരു നിർമ്മല ഹൃദയം ലഭിക്കുകയാണ്. നമുക്ക് വാശിയില്ല, നമുക്ക് വഴക്കില്ല, നമുക്ക് വൈരാഗ്യമില്ല, നമുക്ക് ഉന്വിധിയില്ല, നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, സ്വാർത്ഥതയില്ല, അഹങ്കാരമില്ല. എല്ലാം കത്തിപ്പോയി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എല്ലാം കത്തിപ്പോയി. സ്നേഹിതരെ, ഇതൊരു നല്ല അനുഭവമല്ലേ? എല്ലാ പാപവും കത്തിപ്പോകുന്നു, എല്ലാ ദോഷവും കത്തിപ്പോകുന്നു. മാലിന്യത്തിൻ്റെ പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് ചോദിക്കുന്നത്, സഖരിയ പ്രവചനം 13-ാം അധ്യായം 13-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കാം. ഞാൻ പ്രവാചകനല്ല, കൃഷിക്കാരനത്രേ. ഞാൻ പ്രവാചകനല്ല, ഞാൻ ഒരു കൃഷിക്കാരനത്രേ. എൻ്റെ ബാല്യത്തിൽ തന്നെ ഒരാൾ എന്നെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു എന്ന് അവൻ പറയും. എൻ്റെ ബാല്യത്തിൽ തന്നെ ഒരാൾ എന്നെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു എന്ന് അവൻ പറയും. എന്നാൽ അവനോട് നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്തെന്ന് ചോദിക്കുന്നതിന് അവൻ, നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്താണ് എന്ന് ചോദിക്കുന്നതിന് അവൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. സ്തോത്രം. സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് അടി കൊണ്ടു. ഞാൻ സ്നേഹിക്കുന്നവരുടെ വീട്ടിലേക്ക് ചെന്നതാണ്. ഞാൻ എൻ്റെ ജനത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നതാണ്. സ്നേഹിക്കുന്നവരുടെ അടുക്കൽ ചെന്ന് ഞാൻ കെഞ്ചിയതാണ്. നിങ്ങൾ മനം തിരിയുമെന്ന് പറഞ്ഞ് ഓടി നടന്നതാണ്. ഞാൻ 200 നാഴികയോളം ചുറ്റളവിനുള്ളിൽ ഞാൻ ഓടി നടന്ന് ഞാൻ വചനം പറഞ്ഞു. അവരെന്നെ അടിച്ചു. സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടു. നിൻ്റെ കയ്യിൽ കാണുന്ന മുറിവുകൾ എന്താണ് ചോദിക്കുകയാണ്. നിൻ്റെ കയ്യിൽ കാണുന്ന മുറിവുകൾ എന്താണ്? ദൈവത്തിന് സ്തോത്രം. നിൻ്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. ദൈവത്തിന് സ്തോത്രം. അടികൊണ്ടവൻ.
പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു നമുക്ക് വേണ്ടി അടികൊണ്ടു, കർത്താവായ യേശു നമുക്ക് വേണ്ടി ശിക്ഷയേറ്റു. ശിക്ഷിക്കപ്പെടേണ്ടതല്ലോ, ഞാനാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എനിക്ക് എടുത്തു പറയാൻ എനിക്ക് ലജ്ജയില്ല. 17-ാമത്തെ വയസ്സിൽ എനിക്ക് വേണ്ടി അടിയേറ്റ യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് എനിക്ക് ലഭിച്ചു. ഞാനന്ന് പാവിയെന്ന് ചിന്തിച്ചിരുന്നില്ല. ഞാൻ കുത്തിമുറിവേൽപ്പിച്ചവനാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ അനുതാപത്തോടെയല്ല ഇരുന്നത്. പക്ഷേ ജീവിതത്തിൽ നിരാശയുണ്ടായിരുന്നു. ഒരു വയസ്സിലപ്പൻ മരിച്ചു പോയതുകൊണ്ടുള്ള നിരാശയുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ അമ്മ കരയുന്നത് കൊണ്ടുള്ള നിരാശയുണ്ടായിരുന്നു. അമ്മ 30-ാമത്തെ വയസ്സിൽ വിധവയായ പാവപ്പെട്ട അമ്മയുടെ കണ്ണീര് കണ്ട് എനിക്ക് നിരാശയുണ്ടായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാനിത് ആവർത്തിച്ച് പറയുന്നതാണെന്നറിയാമോ? ഇന്ന് ഭർത്താവ് മരിച്ചു പോയവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും, ഭാര്യ വിട്ടുപോയവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും, മക്കളില്ലാത്തവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും, ഉള്ള മക്കൾ മരിച്ചു പോയവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളില്ലാതെ വളർന്നവർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. രോഗഗ്രസ്തരായവർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അന്ന് എൻ്റെ തകർന്നുപോയ ജീവിതം യേശുനാഥൻ്റെ തിരുമുറിവിൻ്റെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിച്ചു. യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് ഞാൻ സമർപ്പിച്ചു. അപ്പോഴാണ് കുറ്റബോധം വന്നത്, അപ്പോഴാണ് പാപബോധം വന്നത്. വചനം കേട്ടപ്പോൾ ഞാൻ പാപിയാണെന്ന് മനസ്സിലായി. വചനം കേട്ടപ്പോഴാണ് മനസ്സിലായത് ഞാനൊരു അശുദ്ധനാണ് എന്ന്. വചനം കേട്ടപ്പോഴാണ് മനസ്സിലായത് ഞാനൊരു പരീശനാണ് എന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ അന്ന് ദൈവസന്നിധിയിരുന്ന് ഞാൻ ഏങ്ങലടിച്ചു. ഇന്ന് നിങ്ങളോട് അതേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾക്ക് കരയാം. ആദ്യം അതിനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ നിങ്ങൾക്ക് വ്യസനിക്കാം. കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് നിങ്ങൾക്ക് നോക്കാം. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കിയതുപോലെ നമുക്കിപ്പോൾ നോക്കാം. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ നിങ്ങൾക്കിപ്പോൾ വിലപിക്കാം, നിങ്ങൾക്ക് വ്യസനിക്കാം. കർത്താവേ, തെറ്റുകൾ പറ്റിപ്പോയി, നാളുകൾ നഷ്ടപ്പെട്ടു പോയി. നാളും മാസവും ആണ്ടും ഞാൻ പാവപ്പാട് ഇരുളിൽ പോക്കി. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിന് ഞാൻ കേൾക്കുകയാണ്, നിൻ്റെ വചനം ഞാൻ കേൾക്കുകയാണ്. യേശുവേ, നിൻ്റെ തിരുമുറികളിൽ നിന്നൊഴുകുന്നതായ തിരുരക്തത്തിൻ്റെ അത്ഭുത സ്വരം ഞാൻ കേൾക്കുകയാണ്. തിരുരക്തത്തിൻ്റെ മാധുര്യം ഞാൻ നുണയുകയാണ്. തിരുരക്തത്തിൻ്റെ ആസ്വാദ്യത ഞാൻ അനുഭവിക്കുകയാണ്. തിരുരക്തത്തിൻ്റെ വിശുദ്ധി ഞാൻ അനുഭവിക്കുകയാണ്. കർത്താവേ, തിരുരക്തത്തിൻ്റെ വിശുദ്ധീകരണം ഞാൻ അനുഭവിക്കുകയാണ്. കർത്താവേ, തിരുരക്തത്തിൻ്റെ സുഗന്ധം ഞാൻ അനുഭവിക്കുകയാണ്. ഇപ്പോൾ നാഥ, പരിശുദ്ധാത്മാവിൻ്റെ നറുമണം എൻ്റെ മേലൊന്ന് വീശി എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. എൻ്റെ മൃതാവസ്ഥയിൽ നിന്ന്, എൻ്റെ മരണാവസ്ഥയിൽ നിന്ന് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. എൻ്റെ മേൽ നിൻ്റെ ജീവൻ പകരണമേ. നാഥ, ഞാൻ എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം, എൻ്റെ ഭാവി നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്നെ നീ കൈക്കൊള്ളണമേ. സമർപ്പിക്കൂ നിങ്ങളുടെ ജീവിതം യേശുവിനായിട്ട് വിട്ടുകൊടുക്കൂ. ദിവസങ്ങൾ കടന്നു പോകുന്നു. എൻ്റെ കർത്താവേ, എപ്പോൾ കടന്നുപോയാലും നാഥ, നിൻ്റെ സന്നിധിയിൽ ഞാൻ വരണം. എപ്പോൾ കടന്നുപോയാലും എൻ്റെ യേശുവേ, നിൻ്റെ സന്നിധിയിൽ ഞാൻ കാണപ്പെടണം. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങൾ സമർപ്പിക്കൂ. ദൈവത്തോട് വാക്ക് പറയൂ. യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ വക, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റേത്. എൻ്റെ കർത്താവേ, എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ മക്കളെ അവിടെ തൊട്ടതിനായി സ്തോത്രം. കർത്താവ്, തിരുരക്തത്തിൻ്റെ ശക്തി വെളിപ്പെട്ടതിനായി സ്തോത്രം. തിരുരക്തത്താൽ നിൻ്റെ മക്കളെ അവിടെ നവീകരിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എഴുന്നേൽപ്പിക്കണമേ, കൃപയിൽ പൊതിയണമേ, നാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ.